ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ കിടുക്കായിട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ 65 എന്ന് പറയും. അതായത് 65 ദിവസം പ്രായമുള്ള ചിക്കൻ്റെ മീറ്റ് വെച്ചുണ്ടാക്കുന്ന ഫ്രൈഡ് ചിക്കൻ. പക്ഷേ ഇത് നമ്മൾ സാധാ ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്നത്. ചങ്ങാതിമാരെ ഞാൻ പറ്റിക്കാൻ തയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവൻ ഉണ്ടാക്കുന്ന വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിലുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഒരു പാത്രത്തേക്ക് ഒരു മറിമറിക്കുന്നു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ ലെമൺ ജ്യൂസും ഇതുപോലെ സ്നേഹത്തോടെ അങ്ങ് ഒഴിച്ച ശേഷം ഇവനങ്ങ് മൊത്തത്തിലങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിക്കുക ചിക്കനിലേക്ക്. ഇത് കണ്ടില്ലേ, അല്ല സ്റ്റൈലായിട്ട് അങ്ങ് പിടിപ്പിച്ചു. ഒന്നും നോക്കണേ എൻ്റെ ചങ്ങാതിമാരെ. ഇവ മൊത്തത്തിലങ്ങ് പിടിച്ച് ലെവലായിട്ടിരിക്കുമ്പോൾ ഇനി ഇതിലേക്ക് മസാല ഇടാം. നമുക്ക് ആദ്യം തന്നെ മഞ്ഞപ്പൊടി വാരി വിതറുക. ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി കണ്ടില്ലേ, എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. കൂടെ ഒരിച്ചിരി ഉപ്പും അതുപോലെ തന്നെ പെരിഞ്ചീരക പൗഡറും ഗരം മസാലയും കൂടെ കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് കരിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞ കരിവേപ്പിലയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇങ്ങ് ഇട്ട് കഴിഞ്ഞ ശേഷം അതിന് കോട്ടിങ്ങായിട്ട് ഒരു മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് മൊത്തത്തിലങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിക്കുക. കണ്ടതില്ല, നല്ല സ്റ്റൈലായിട്ട് ഈ മസാലയെല്ലാം കൂടെ ആ ചിക്കനിലേക്ക് മൊത്തത്തിലങ്ങ് പിടിപ്പിക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ വെക്കാമെങ്കിൽ ആ മസാല മൊത്തം അങ്ങ് ചിക്കനിലേക്ക് പിടിച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി അത് വേറെ ലെവലാവും. ഇത് കാണുമ്പോൾ തന്നെ ചങ്ങാതിമാർക്ക് കൊതി വരുന്നുണ്ടെന്ന് 100% ഗ്യാരണ്ടി അല്ല. എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല എൻ്റെ ചങ്ങാതി. അപ്പോൾ ഈ സാധനങ്ങൾ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് നേരെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തീ പിടിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ. നേരെ ചങ്ങാതി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് നമുക്കിതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇതുപോലൊരു കടായിലേക്ക് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചു. ഇവൻ ഒഴിച്ച ശേഷം തോക്കെടുത്ത് ഒരു വെടിവെപ്പ് നേരെ തീ പിടിപ്പിക്കുക. ഇതൊക്കെ ഒരു ലെവലാണ് കേട്ടോ. എന്ന ശേഷം എണ്ണ ചൂടായ ശേഷം ആ ചിക്കനൊക്കെ ഒന്ന് മൊത്തത്തിന് മിക്സ് ചെയ്ത ശേഷം ഇവനെ സ്ലോ മോഷനിലങ്ങ് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. കൈ കൊള്ളാമെന്ന് നോക്കണം കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ, ഒരു രക്ഷ ഉണ്ടാവില്ല. ഇതുപോലെ ഇട്ട് കൊടുക്കുക. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഈ ചിക്കനങ്ങ് ചെല്ലുമ്പോഴേക്കും ഒരു സ്മെല്ല് വരും. എൻ്റെ ചങ്ങാതി അടുത്തിരിക്കുന്നതൊന്ന് കാണാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ കണ്ടില്ലേ. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെക്കുക. കുറച്ച് വെച്ച ശേഷം ഇതുപോലെ സ്ലോ മോഷനിൽ ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മണം എൻ്റെ ചങ്ങാതി അത് വേറെ ലെവലാണ് കേട്ടോ. അതിലൊക്കെ 3 വീട്ടുകാരുടെ വരെ അടുക്കളയിൽ ഈ സ്മെല്ല് ചെയ്യും. ആ ലെവലാണ്. ഈ സാധനം ലെവലായിട്ട് നല്ല ക്രിസ്പായിട്ട് കരിമുരാന്നിരിക്കണം. നേരെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മറിക്കുക. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ മറിച്ച ശേഷം ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഇച്ചിരി പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ എടുത്തിട്ട് മാറി ഇങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവനെ ഒന്ന് ഫ്രൈ ആക്കി കരിമുരാന്നാക്കി എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല ചൂട് എണ്ണയിലേക്ക് ഇവനങ്ങ് ഫ്രൈ ചെയ്ത ശേഷം ഇവനങ്ങ് സ്നേഹത്തോടെ ഇങ്ങ് കോരി ഇങ്ങ് എടുക്കുക. കോരി എടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക് ഒരു മറിക്കുക. ടിപ്പർ ലോറിയിൽ നിന്ന് മണ്ണ് മറിക്കുന്ന പോലെ ഒരു മറിച്ചു. ഒന്നും നോക്കണ്ട, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല. എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടുള്ള പ്ലേറ്റിലേക്ക് സ്നേഹത്തോടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. കണ്ടില്ലേ. എന്നിട്ട് ഇവൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് പൊറോട്ട. പക്ഷേ നമ്മൾ ഇന്ന് വെക്കുന്നത് നൂൽ പൊറോട്ട കേട്ടോ. ഒരു കിടുക്കൻ നൂൽ പൊറോട്ട നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മൊക്കത്ത് ഇതുപോലെ ചില്ലിയൊക്കെ ശേഷം നമ്മുടെ തോക്കൊന്ന് പോളിഷ് ചെയ്ത് സ്റ്റൈലല്ല ഒരു വേറെ ലെവലായിട്ട് കിടക്കട്ടെ എൻ്റെ ചങ്ങാതി. എന്നിട്ട് നേരെ നമ്മുടെ പൊറോട്ട എടുക്കുന്നതിന് മുമ്പ് ഒരു ലെമൺ ജ്യൂസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല പുളിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, ഒരു രക്ഷയില്ല. ഇപ്പോൾ വേറെ ലെവലാണ് ചങ്ങാതി. എന്നിട്ട് ആ നൂൽ പൊറോട്ട പീസും കൂടെ എടുത്തിട്ട് ആ ചിക്കനിൽ ഒരു പീസും കൂടെ എടുത്തിട്ട് എനിക്ക് ചങ്ങാതിമാർക്ക് നേരെ ഇങ്ങ് വതറുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചങ്ങാതി.